ദേശീയപാത നിർമ്മാണ പ്രതിസന്ധിയിൽ ദേശീയപാത സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ മാർച്ച് മേരിമംഗലം റേഞ്ച് ഓഫീസിൽ നടക്കുകയാണ്. വലിയ പങ്കാളിത്തമുള്ള മാർച്ചാണ്. അവർ പോലീസും ഏറ്റുമുട്ടലുണ്ടാവും. ദേശീയപാത 85 നിർമ്മാണ നിരോധനത്തിൽ നേര്യമംഗലത്തേക്കാണ് ലോങ് മാർച്ച്. ദേശീയപാത സംരക്ഷണ സമിതിയുടെ വിവിധ മതസാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധം. ആ പ്രതിഷേധക്കാർക്ക് എന്തായാലും സംഘാടകർക്ക് എന്തായാലും വലിയ പ്രതിഷേധ പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്നുണ്ട്. വലിയ മഴ പെയ്യുന്നുണ്ട്. ആ മഴയത്ത് പോലീസുമായുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോവുകയാണ്. രാഹുൽ വിജയൻ ആ വാർത്തയുടെ രാഹുൽ, വലിയ പ്രതിഷേധമാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങളിൽ, അല്ലേ? വലിയ മഴ പെയ്യുന്നുണ്ട്. മഴയെ അതിജീവിച്ചുകൊണ്ടാണ് ദേശീയപാത 85 നിർമ്മാണ നിരോധനത്തിൽ നേര്യമംഗലത്തേക്കുള്ള ലോങ് മാർച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ യാത്രാദൂരം നമുക്ക് ഉണ്ടാകുന്ന നേരത്തെ തന്നെ വാർത്തകൾ വന്നതാണ്. ഊർജ്ജ സംഘടനകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു സമരം അല്ല, അത് ദേശീയപാത സംരക്ഷണ സമിതിയുടെയും വിവിധ മതസാമുദായിക സംഘടനയുടെ നേതൃത്വത്തിലാണ് ആ പ്രതിഷേധ സമരം നടക്കുന്നത്. അതിന്റെ മുൻനിര പോലീസുമായി നേർക്കുന്ന ഏറ്റുമുട്ടുന്നുണ്ട്. രാഹുൽ ചേരുന്നു. രാഹുൽ, എന്തായാലും അതൊരു വലിയ പ്രതിഷേധമായി മാറുകയാണല്ലേ? തീർച്ചയായിട്ടും ഈ പ്രതിഷേധത്തിൽ ഒരു ന്യായമായ കാര്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഈ നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു. ഇതിൽ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണം എന്നുള്ളതായിരുന്നു ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. വനം വകുപ്പ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു നിർത്തിവെക്കൽ നടപടിയിലേക്ക് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് എത്തിയതെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ഈ പ്രതിഷേധത്തിനൊക്കെ തുടക്കം. ആദ്യം മുതൽ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയായി പ്രതിഷേധമുണ്ട്. അതിന്റെ ഒരു പടി കൂടി കടന്നുള്ള പ്രതിഷേധമാണ്. വിവിധ സാമുദായിക മത സംഘടനകളുടെ രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ സംയുക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഈ നേര്യമംഗലം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയത്. അത് വലിയ ലോങ് മാർച്ചായിട്ട് 3-ാം മൈൽ മുതൽ തുടങ്ങിയതാണ്. അതിവിടെ വന്നപ്പോൾ ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് പോകാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. പോലീസ് എന്തായാലും ഈ പ്രവർത്തകരെയൊക്കെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മാത്രം ആളുകളോ അല്ല, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് സംയുക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇത്. കോതമംഗലത്ത് നിന്നുള്ള ഒരു പ്രതിഷേധ മാർച്ച് കൂടി നേര്യമംഗലത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 3-ാം മൈലിൽ നിന്നും അതുപോലെ തന്നെ കോതമംഗലം എത്തുന്ന പ്രതിഷേധ മാർച്ചുകൾ നേര്യമംഗലം ടൗണിൽ സംഗമിക്കുകയും ചെയ്യും. അതിനുശേഷം വീണ്ടും ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് തന്നെ പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. ഇതിപ്പോൾ ഈ വാളറ ഭാഗത്ത് നിന്ന്, അതായത് 3-ാം മൈലിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധ മാർച്ച് പ്രവർത്തകർ ഈ പോലീസിനെ മറികടന്ന് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയതാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. വലിയ ഒരു പ്രതിഷേധം, അത് സ്വാഭാവികമാണ്. ആദ്യം മുതൽ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ സ്വാഭാവികമാണ്. ആളുകൾ ഉന്തിക്കയറും. വനം വകുപ്പിന്റെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ ദേശീയപാത നിർമ്മാണം നിലയ്ക്കാൻ കാരണമായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ തന്നെയും വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ മാത്രമായിട്ടുള്ളതല്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരേപോലെ വനം വകുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നതാണ്. അതിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു സമരം കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ്, ഒരു ലോങ് മാർച്ച് കൂടി സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിയത്. എന്തായാലും പോലീസ് ഈ ആളുകളെ പിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പോലീസുമായിട്ട് ഉന്തും തള്ളുമാണ് നിലവിൽ നടക്കുന്നത്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷത്തിൽ പരിക്കേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടോ എന്ന് പോലൊരു സംശയമുണ്ട്. എന്തായാലും കാര്യമായി തന്നെ ഈ പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. പോലീസുകാർ പെടുന്നുണ്ട്. കാരണം ആളുകൾ അത്രത്തോളമുണ്ട്. ആയിരക്കണക്കിന് ആളുകളുടെ പ്രതിഷേധ ജാഥയാണ്, ലോങ് മാർച്ചാണ് ഇങ്ങോട്ടേക്ക് നടന്നിരിക്കുന്നത്. ഈ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഈ പ്രതിഷേധക്കാർ കയറാതിരിക്കുന്നതിന് വേണ്ടി പോലീസ് സന്നാഹം ഒരുക്കിയിരുന്നു. പക്ഷേ പര്യാപ്തമാണോ ഈ പോലീസ് എന്നുള്ള കാര്യം സംശയമാണ്. കാരണം അതിന് അനുസരിച്ചുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിലുള്ള പ്രതിഷേധം അതിവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.